ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു താറാവ് കറിയാണ്. നാടൻ സ്റ്റൈലിലുള്ള ഒരു താറാവ് കറി. വളരെ രുചികരമായ ഈ താറാവ് കറി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു 1.5 കിലോ താറാവുണ്ട്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് മാരിനേറ്റ് ചെയ്യണം. അതിനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യത്തിനിടാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇട്ട് നമുക്ക് നല്ലവണ്ണം ഇളക്കി വെച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ജിഞ്ചറും ഗാർലിക്കും 40 ഗ്രാം വീതമുണ്ട്. ഇതൊരു 4 പച്ചമുളക്. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഡക്കിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. മാരിനേഡിൻ്റെ കൂടെ ഞാൻ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി കൂടി ക്രഷ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ഉണ്ട് ഇത്. മാരിനേറ്റ് ചെയ്ത ഡക്ക് നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഞാൻ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഡക്ക് കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മസാല ഉണ്ടാക്കാനായി. ഇപ്പോൾ 4 വലിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊരു 160 ഗ്രാം ഉണ്ട്, അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് നേരത്തെ ക്രഷ് ചെയ്തത്, അത് 3 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 3.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, ഓരോ ടീസ്പൂൺ വീതം കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഓരോ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കാർഡമം പൗഡർ ഏലക്ക പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ. അതിൻ്റെ കൂടെ ഉലുവ എടുത്തിട്ടുണ്ട് ഒരു 1/4 ടീസ്പൂൺ, പെരിഞ്ജീരകം 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കൂടാതെ തേങ്ങാക്കൊത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 3/4 കപ്പുണ്ട് അരിഞ്ഞു വെച്ചത്. പിന്നെ ആവശ്യമായ കറിവേപ്പില കൂടി നമുക്ക് എടുത്തു വെക്കാം. ഡക്കിൻ്റെ മസാലക്കറിക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ 3 ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു മാറ്റി വെക്കാം. ഡക്ക് കുക്ക് ചെയ്യുന്ന സമയം നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് 3 എണ്ണം എടുക്കുകയാണ്. ഓക്കെ, ഇത് 3 മതി. നമുക്കിത് ഒന്ന് പീൽ ചെയ്ത് ക്യൂബ്സ് ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. നമുക്ക് ഡക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. നമുക്കിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം തേങ്ങാക്കൊത്ത് വറുത്ത് കോരാൻ പോവാണ്. തേങ്ങാക്കൊത്ത് ഇവിടെ മൂത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് കോരിയെടുക്കാം.
ബാക്കി മസാലകളൊക്കെ വഴറ്റാൻ തുടങ്ങും. ഞാൻ ഓരോന്നായിട്ട് ഇടുകയാണ്. ഉലുവ, പെരുംജീരകവും ഞാൻ ഒരു തക്കോലം എടുത്തിട്ടുണ്ട്. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം, ക്രഷ് ചെയ്തത്. ചുവന്നുള്ളി, സവാളയും നമുക്കിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ. കറി ലീഫ് ഇട്ട് കൊടുക്കാം. ഈ സവാള ഒരു ഇളം ബ്രൗൺ ആവുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. സമയം നമുക്ക് ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മാഷ് ചെയ്ത് വേവിച്ചെടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് സമയം വേവിക്കാം. ഇപ്പോൾ ഇവിടെ ടൊമാറ്റോസ് എല്ലാം നല്ലവണ്ണം മാഷ് ആയിട്ടുണ്ട്. നമുക്കിനി മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം വൺ ബൈ വൺ. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കാം. ആദ്യം വറുത്ത് വെച്ച തേങ്ങാക്കൊത്തി സമയം ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്യുവാണ്. എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നല്ലപോലെ വഴണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പൊട്ടാറ്റോസ് വേവിച്ചെടുക്കാം. നമുക്കിനി ഇത് വേകാൻ ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഡക്ക് ഒരു 90% 95% വെന്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആദ്യം ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ട് വേവിക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നീട് ഒരു 10 മിനിറ്റ് കൂടെ എല്ലാം കൂടി ഒന്നിച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുറച്ച് ഉപ്പൂടെ ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ഈ ഡക്കിൻ്റെ കുറച്ച് സ്റ്റൂ ഉണ്ട്, കുറച്ച് ബ്രോത്ത് ഉണ്ട്, അതൊഴിച്ച് കൊടുക്കാം പൊട്ടാറ്റോ വേകാൻ. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി വെന്ത ഡക്ക് ഇതിനകത്തിട്ട് കൊടുത്തിട്ട് ഒരു നെക്സ്റ്റ് 10 മിനിറ്റ്സ് കൂടി വേവിച്ചെടുക്കാം.
പൊട്ടാറ്റോസ് കുറച്ചുകൂടി വേകാനുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി കിടക്കട്ടെ. ഇപ്പോൾ ഇവിടെ പൊട്ടാറ്റോയും ഡക്കും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ്ലി ഫ്ലേവറിംഗ് ആയിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്ന ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുവാണ്. അത് കഴിഞ്ഞ് നമുക്ക് കൊറിയാൻഡർ ലീവ്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഈ റെസിപ്പിയിൽ ഞാൻ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം ഡക്കിൽ നിന്ന് തന്നെ കുറേ നെയ്യൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വളരെയധികം രുചികരമായ ഒരു ഡിഷാണിത്. തേങ്ങാക്കൊത്തുമൊക്കെ ഇട്ട് വളരെ നാടൻ സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്ത ഒരു നാടൻ താറാവ് കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് സാരസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. ഗുഡ് ഡേ. അപ്പോൾ ഈ ഈസ്റ്ററിന് താറാവ് കറി ഒന്ന് ട്രൈ ചെയ്താലോ? ഈ റെസിപ്പി ഉണ്ടല്ലോ, ചോറിൻ്റെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് ട്രൈ ചെയ്യാൻ നിങ്ങൾ മടിക്കരുതേ.